നമസ്കാരം, ഏവർക്കും കേരള മലയാളിയിലേക്ക് സ്വാഗതം. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചിലവിൽ അണിഞ്ഞൊരുങ്ങാം. ചങ്ങനാശ്ശേരി ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ. സ്വാമി അയ്യപ്പൻ. നമസ്കാരം. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളുമായി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മുടെ കോട്ടയത്തിൽ. നമ്മുടെ കോട്ടയത്തേക്ക് സ്വാഗതം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജാഥകൾ, പ്രത്യേകിച്ച് ജോസ് കെ മാണി MP നയിച്ച ജാഥ കോട്ടയത്തുൾപ്പെടെ മധ്യ കേരളത്തെ ആകെ പിടിച്ചുകുലുക്കി മുന്നേറിയതിൻ്റെ ആവേശത്തിലും അഭിമാനത്തിലുമാണ് LDF പ്രവർത്തകർ. കാര്യങ്ങൾ ധാരാളം ജനങ്ങളോട് പറയാനുണ്ട്. 10 കൊല്ലക്കാലം കൊണ്ട് കേരളം നേടിയ നേട്ടങ്ങൾ, അതിൻ്റെ അലകൾ ഓരോ വീട്ടിലുമെത്തി, ഓരോ നാട്ടിലുമെത്തി. ഏത് വിദ്യാലയം നന്നാക്കാൻ ബാക്കി, ഏത് ആശുപത്രിയിലാണ് ഇനി വികസന പ്രവർത്തനത്തിന് കൂടുതൽ ഫണ്ട് വേണ്ടത്, നിങ്ങളുടെ ചുറ്റുപാടും ഏത് റോഡാണ് നന്നാക്കാൻ ബാക്കിയുള്ളത്, പരിഹാരമുണ്ട്. അതിദാരിദ്ര്യമില്ലാതെയാക്കി ദാരിദ്ര്യമുക്ത കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് സമയമായില്ലേ? സ്ത്രീ പുരുഷ തുല്യതയുടെ നവഭാവങ്ങളുടെ ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം കുടുംബശ്രീയുടെ 30 വർഷങ്ങൾ നൽകുന്നില്ലേ? സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ പ്രതിമാസം 1000 രൂപ ഓരോ വീട്ടിലും എത്തിക്കുമ്പോൾ അതിലൂടെ നാം നേടുന്ന നേട്ടങ്ങൾ ചെറുതാണോ? ഏതാണ്ട് 62 ലക്ഷം വീടുകളിൽ 2000 രൂപ വെച്ചെത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംരക്ഷണമാണ് പെൻഷൻകാർക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് യുവാക്കൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നവകേരളം വേണം. അതിനെന്ത് വേണം? ആധുനിക സാങ്കേതിക വിദ്യയുടെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് വെക്കുന്ന, സർവകലാശാലകളെ വികസിപ്പിക്കുന്ന ഒരു നവകേരളത്തിൻ്റെ ചിന്തകൾ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വികസന സന്ദേശയാത്ര എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തിന് ധാരാളം പറയാനുണ്ട്. കിബിയാണ് കോട്ടയത്തെ രക്ഷിക്കാൻ വരുന്നത്. കോട്ടയം മണ്ഡലത്തോട് ചേർന്നാണല്ലോ 1000 കോടിയിലേറെ രൂപ മുടക്കിയ കോട്ടയം മെഡിക്കൽ കോളേജ് വികസനം. MC റോഡ് 5117 കോടി രൂപ, 4 വരി പാതയിൽ MC റോഡ് വികസിക്കാൻ പോകുന്നു. കോട്ടയം നഗരത്തിൻ്റെ ബൈപ്പാസ് തന്നെ ഉണ്ടാകും. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് 219 കോടി രൂപയ്ക്ക് കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിൽ 10 നില മന്ദിരം. തീർന്നില്ല, കോട്ടയത്തൊരു അക്ഷര മന്ദിരമുണ്ട്. നമ്മുടെ MC റോഡിനരികിൽ അക്ഷര മ്യൂസിയം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ്. വെള്ളപ്പൊക്കം ഇല്ലാത്ത കോട്ടയം വേണോ? കുറേ നാളായി മീനച്ചിലാർ, മീനന്തരയാർ, കൊടുങ്ങൂരാർ പദ്ധതിയിലൂടെ പുഴകൾ തെളിച്ചെടുത്ത് കുറേയേറെ നമ്മൾ മുന്നേറി. ഇതാ വേമ്പനാട്ട് കായലിലേക്ക് മീനച്ചിലാറും കൊടുങ്ങൂരാറും ചേർന്ന് പതിക്കുന്ന സ്ഥാനത്ത് ആ പഴുക്കാനല കായലിലെ തുരുത്തെടുത്ത് മാറ്റി പൂർണ്ണമായി വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ പോകുന്നു. അപ്പോൾ ചുറ്റുപാടുമുള്ള J ബ്ലോക്ക്, തിരുവായ്ക്കരി, F ബ്ലോക്ക് ഉൾപ്പെടെ ആമ്പൽ പാടങ്ങളുടെ ചുറ്റും പുതിയ റോഡുകൾ ഉണ്ടാകാൻ പോകുന്നു. ജല ടൂറിസത്തിൻ്റെ, വേമ്പനാട്ട് കായലോടത്തെ ടൂറിസത്തിൻ്റെ പുതിയ ഹബ്ബായിട്ട് നമ്മുടെ കോട്ടയത്ത് വള്ളത്തിന് പടിഞ്ഞാറ് വശമുള്ള പ്രദേശങ്ങൾ മാറാൻ പോവാണ്. അത്ഭുതകരമായ വികസനത്തിലേക്കാണ്. റബ്ബർ ലിമിറ്റഡ് കോട്ടയത്ത് 25-ാം തീയതി അതിൻ്റെ തറക്കല്ലിടുന്നു. അവിടെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. കുറേയേറെ സ്ഥലങ്ങളിൽ അതിൻ്റെ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായ ഉദ്ഘാടന പ്രവർത്തനങ്ങളും ആ ദിവസം നടക്കുകയാണ്. 2 ഘട്ടങ്ങളാണ്. KPPLൻ്റെ തറക്കല്ലിടി തുടങ്ങും, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് 2ാം ഘട്ടം. ഏതെല്ലാം വികസനങ്ങളാണ് കോട്ടയത്തേക്ക് നമ്മളെ കാത്തിരിക്കുന്നത്? ശബരിമല വിമാനത്താവളം വേണോ? കിബിക്ക് തുടർച്ചയുണ്ടാകണം. എരുമേലി റെയിൽവേ വേണോ? അതുവഴി വിഴിഞ്ഞത്തേക്കാണ് തീവണ്ടിപ്പാത പോകേണ്ടത്. കിബി ഉണ്ടെങ്കിൽ സാധ്യമല്ലാത്ത ഒന്നും കേരളത്തിലില്ല. അതുകൊണ്ട് കിബിയിലൂടെ കേരളം വികസിക്കും, കിബിയിലൂടെ കോട്ടയം വികസിക്കും. ആ സന്ദേശമാണ് ഈ യാത്രയിൽ, വികസന സന്ദേശ യാത്രയിലൂടെ കോട്ടയത്തെ 25 മുതൽ 28 വരെയുള്ള തീയതികളിൽ LDF നടത്തുന്നത്. കോട്ടയം മണ്ഡലത്തിലും എല്ലാവർക്കും സ്വാഗതം. നന്ദി. ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ. സ്വാമി അയ്യപ്പൻ. ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം.